കഴിഞ്ഞ ദിവസം കോഴിക്കോട് MD വാസുദേവനെ മുൻനിർത്തിയുള്ള ഒരു ചിത്രപ്രദർശനം കാണാനുണ്ടായി. ആ കാണുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് എന്നെ ആകർഷിച്ചൊരു ചിത്രമുണ്ട്. ഇന്ത്യയുടെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഗസൽ രാജാവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഗുലാം അലി. ഇവിടെ ഗസൽ പാട്ടൊക്കെ പാടുന്ന ഇവിടെ മാതമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിൻസിപ്പളായിരുന്ന രാജഗോപാലൻ മാഷുണ്ട്. രാജഗോപാലൻ മാഷേ, ഗുലാം അലിയുടെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു ഗസലുണ്ട്. ഇവിടെ ഗസൽ പാടുന്ന ആൾക്കാരുണ്ടാ? ആരാ ഉണ്ടാ? ഫോട്ടോഗ്രാഫർ എവിടെ പോയി? ഫോട്ടോഗ്രാഫർ പോയി എവിടെ? ഫോട്ടോഗ്രാഫറെ ഗസൽ പാടുവാ? എവിടെ പോയി? അവൻ മുങ്ങി. അതെ, പറഞ്ഞു പോയിട്ട്. ഗുലാം അലിയുടെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഈ മുസ്തഫയ്ക്ക് അത് അറിയാം. മുസ്തഫ എൻ്റെ ഒപ്പം ചൈനയിലുണ്ടായിരുന്നു. ചൈനയിലുള്ള സമയത്ത് മുസ്തഫ പാടിയിട്ടുള്ളത് അത് ചുക്കേ ചുക്കേ രാഗ്ദിൻ എന്നുള്ളൊരു പാട്ട്. ഇല്ലടോ രാജഗോപാലെ, രണ്ടുപേര് പാടുന്ന പിന്നെ പാടിക്കോളാം. ഗുലാം അലിയുടെ ഗസൽ. അപ്പൊ ഞാൻ നോക്കുമ്പോൾ MD വാസുദേവൻ നായരുടെ കരം നുകർന്നുകൊണ്ട് ഗുലാം അലി നിൽക്കുന്നു. ഈ ഗുലാം അലി പാകിസ്ഥാനിലാണ് പിന്നീട് ജീവിച്ചത്. വിഭജനത്തിന് ശേഷം അങ്ങോട്ട് പോയി. പക്ഷെ അദ്ദേഹത്തെ നമ്മുടെ സഖാവ് MA ബേബിയെ കൂടിയിട്ട് കോഴിക്കോട് കൊണ്ടുവന്നു. അന്ന് സംഘ് പരിവാർ ആൾക്കാർ പ്രതിഷേധിച്ചു. ഗുലാം അലിക്ക് കാലുകുത്താൻ അവസരം കൊടുക്കില്ല. ഉത്തരേന്ത്യയിൽ പല സ്ഥലങ്ങളിലും പല പട്ടണങ്ങളിലും ഗുലാം അലിയുടെ ഗസൽ വെച്ചു. പക്ഷേ സംഘ് പരിവാറിന്റെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം കാരണം അവിടെയൊന്നും നടന്നില്ല. ഗുലാം അലി നിരാശനായി. ഞാൻ നെഞ്ചിലേറ്റുന്ന ഇന്ത്യ എന്നുള്ള ആ ഭൂമിയിൽ വന്ന് എനിക്ക് ഇന്ത്യക്കാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആ ചുക്കേ ചുക്കി ഒന്ന് പാടിക്കൊടുക്കണം എന്ന് അദ്ദേഹം ആരംഭിച്ചു. കേരളം അദ്ദേഹത്തിനെ വരവേറ്റു. കേരളം ഗുലാം അലിയെ വരവേറ്റു. തിരുവനന്തപുരത്തും കോഴിക്കോടും ഗുലാം അലി വന്ന് പാടി. പക്ഷെ അതിന്റെ പിന്നിലൊരു ചരിത്രമുണ്ട്. ഈ ഗുലാം അലി പാടിയ ചുക്കേ ചുക്കേ എന്നുള്ള ഈ ഗസൽ എഴുതാരാന്നറിയോ? ആരെങ്കിലും അറിയോ? ഇൻക്ലാബ് സിന്ദാബാദ്. നാവിന്റെ തുമ്പിൽ വന്നു. ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട ഉറുദുവിലുള്ള മുദ്രാവാക്യം ഇൻക്ലാബ് സിന്ദാബാദ്. അറിയില്ല? അത് ആ മുദ്രാവാക്യം ആലേഖനം ചെയ്ത ഹസ്രത്ത് മുഹ്സിനാണ്. അദ്ദേഹം അലിഗഡ് സർവകലാശാലയിൽ പഠിക്കാൻ വരുമ്പോൾ അദ്ദേഹം ഒരു വെറ്റില ചെല്ലമായിട്ടാണ് വരുന്നത്. ഞാനത് പറയാൻ കാരണം ഇന്ത്യൻ ഭരണഘടന എത്രത്തോളം സവിശേഷമാണെന്ന് പറയാൻ വേണ്ടിയാണ്. ഗസൽ ചുക്കേ ചുക്കേ രാദ്ദിൻ എന്നുള്ള ആ വരികൾ എഴുതിയ ഹസ്രത്ത് മുഹ്സിൻ യഥാർത്ഥത്തില് അലിഗഡിലേക്ക് പഠിക്കാൻ വരുമ്പോൾ അന്നത്തെ സമ്പന്ന കുടുംബത്തിലെ മുസ്ലിങ്ങൾ വരുമ്പോൾ ഒരു വെറ്റില ചെല്ലവും കൂടി കയ്യിൽ കരുതുന്നു, പാൻ മുറുക്കാൻ വേണ്ടി. പിന്നീട് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകനായി മാറി. ലാഹോർ സമ്മേളനത്തിൽ വെച്ച് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം എന്നുള്ള മുദ്രാവാക്യം അദ്ദേഹം മുഴക്കി. അദ്ദേഹത്തിന്റെ ഇൻക്ലാബ് സിന്ദാബാദാണ്. ഭഗത് സിംഗ് ഡൽഹിയിലെ കേന്ദ്ര അസംബ്ലിയിൽ ബോംബെറിഞ്ഞ് ആരെയും അപായപ്പെടുത്താൻ വേണ്ടിയല്ല, അടഞ്ഞ കാലുകൾ തുറക്കാൻ വേണ്ടിയാണ് ഞാൻ ബോംബിട്ടത് എന്ന് ഭഗത് സിംഗ് പറഞ്ഞ ശേഷം ഇൻക്ലാബ് സിന്ദാബാദ് എന്ന് വിളിച്ചപ്പോൾ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മുഖരിതമായി. ആഹാസമായി പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക അംഗങ്ങളിൽ ഒരാളായി. അദ്ദേഹം ഭരണഘടനാ നിർമ്മാണ അസംബ്ലിയിൽ അംഗമായി. അദ്ദേഹം ശ്രീകൃഷ്ണന്റെ ഭക്തനായിരുന്നു. നോക്കുക, എല്ലാ ജന്മാഷ്ടമി ദിവസവും അദ്ദേഹം മധുരയിൽ പോയിരുന്നു. ഉസ്താദ് ബിസ്മില്ലാ ഖാനെ പോലെ വാരണാസിയിൽ രാവിലെ നമാസും പിന്നീട് റിയാസും നടത്തി. അമ്പലങ്ങളിൽ മുസ്ലിം നിസ്കാരത്തിന് ശേഷം ക്ഷേത്രങ്ങളിൽ അദ്ദേഹം പാടി തിമിർത്തു. ബിസ്മില്ലാ ഖാനോട് ലോകത്തിലെ പല പ്രമുഖ വ്യക്തികളും പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലേക്ക് വരൂ, അമേരിക്കയിലേക്ക് വരൂ, അക്കാഡമി ഉണ്ടാക്കൂ,
ബിസ്മില്ലാ ഖാൻ പറഞ്ഞു, ഗംഗാ നദിയാണ് എന്റെ അമ്മ. ഈ ക്ഷേത്രങ്ങളുടെ മുമ്പിലൊക്കെ സംഗീതാർച്ചന നടത്തുമ്പോൾ കിട്ടുന്ന സുഖം എനിക്കൊരിക്കലും കിട്ടുന്നില്ല. ആ ബിസ്മില്ലാ ഖാനെ പോലെയും ഗുലാം അലിയെ പോലെയും ഇൻഖിലാബ് സിന്ദാബാദ് എന്നുള്ള മുദ്രാവാക്യം ആലേഖനം ചെയ്യുന്ന ആ മഹത് വ്യക്തികളെ പോലുമുള്ള ആൾക്കാർ ഇഴകോർത്തതാണ് ഇന്ത്യൻ മതനിരപേക്ഷത എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ഉത്തരേന്ത്യയുടെ ഭൂമികയിലേക്ക് നോക്കുമ്പോൾ ഒരു മാധ്യമപ്രവർത്തനം എന്ന നിലയ്ക്ക് കൂടി ഞാൻ പറയുകയാണ്. ഇപ്പൊ മാധ്യമപ്രവർത്തനം എന്ന് പറയാൻ പറ്റില്ല, നമ്മളെ മാപ്രാന്ന് വിളിച്ച് കളിയാക്കുക നിങ്ങളെല്ലാം കൂടി. നമ്മൾ എങ്ങോട്ടാ കുഴിക്കുന്നത്? ഒരു ആധുനിക രാഷ്ട്രമായി ഇന്ത്യയെ കരുപ്പിടിപ്പിച്ച് മുമ്പോട്ട് കുതിക്കാൻ വേണ്ടി നമ്മളെ പ്രാപ്തരാക്കാൻ വേണ്ടിയാണ് ഈ ഭരണഘടന. പക്ഷെ ഇന്ന് നമ്മൾ ധ്രുവീകരണ രാഷ്ട്രീയത്തിലൂടെ പുറകിലേക്ക് നടന്നുകൊണ്ട് പഴയ അസ്ഥികൂടങ്ങളെ കണ്ടെത്തി മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ തെരുവുകളിൽ ഉയരുന്ന രോദനമല്ല നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടത്. ഇന്ത്യ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന സമയത്ത് മഹാത്മാഗാന്ധി ചെരുപ്പ് പോലുമുള്ള വിടാതെ കൽക്കത്തയിൽ തെരുവിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിലുള്ള സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി രാവെന്താ പകലെന്താ എന്നറിയാതെ നടക്കുകയായിരുന്നു. ഇന്ന് ഉത്തരേന്ത്യയുടെ പല ഭാഗത്തും കുഴിക്കലാണ്, കുഴിക്കൽ. വാരണാസി ഉസ്താദ് ബിസ്മില്ലാ ഖാൻ നെഞ്ചോട് ചേർത്ത് പിടിച്ച ആ സൗഹൃദത്തിന്റെ സാഹോദര്യത്തിന്റെ ഒരു പ്രതലം. അവിടെ വർഗീയതയുടെ കലാപങ്ങൾ ഉരുണ്ടുകൂടുകയാണ്. ബാബറി മസ്ജിദ് എന്ന് പറഞ്ഞ പോലെ സമ്പലിലെ ബാബറി മസ്ജിദ് എന്ന് വിളിക്കപ്പെടുന്ന സമ്പൽ അവിടെയും കുഴിക്കുകയാണ്. 11 സ്ഥലങ്ങളിൽ. നമ്മൾ എങ്ങോട്ടാണ് കുഴിച്ചിറങ്ങുന്നത്? നമ്മുടെ പൈതൃകം അന്വേഷിച്ച് എങ്ങോട്ടൊക്കെ പോകും? ഞാൻ പാർലമെന്റിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, നമ്മളിങ്ങനെ കൂടുതൽ കുഴിച്ചു കഴിഞ്ഞാല് നമ്മൾ എവിടെ എത്തും? പശ്ചിമേഷ്യയിലെത്തും. എന്താ കാരണം? ഇന്ത്യയിലേക്ക് വന്ന നല്ലൊരു ശതമാനം ആൾക്കാര് വർഷങ്ങൾക്ക് മുമ്പ് 5000, 10000 വർഷങ്ങൾക്ക് മുമ്പ് കുടിയേറി. ഇവിടെ ചരിത്രം പഠിച്ച ആൾക്കാരുണ്ട്. ഇവിടുന്ന് കുടിയേറി. നമ്മൾ എവിടെ വരെ കുഴിക്കും? ഇന്ത്യയിലുണ്ടായിരുന്ന ബുദ്ധവിഹാരങ്ങളും ജൈന വിഹാരങ്ങളും ഒക്കെ പിന്നീട് ക്ഷേത്രങ്ങളായി മാറിയില്ലേ? എവിടേക്ക് കുഴിക്കും നമ്മൾ? ഈ കുഴിക്കുന്നതൊക്കെ എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ഇടയിലുള്ള സാഹോദര്യത്തിന്റെ ആ ഒരു കണ്ണിയെ വിച്ഛേദിക്കാൻ വേണ്ടിയാണ്. എന്നോട് പലരും ചോദിക്കാറുണ്ട്, എന്തിനാണ് ഈ സംഘ് പരിവാറും ഇന്ത്യയിലെ മാധ്യമങ്ങളും കേരളത്തിലെ മാധ്യമങ്ങളും ഒരുമിച്ച് ചേർന്ന് കേരളത്തിലെ ഇടതുപക്ഷത്തെ ഇതുപോലെ ആക്രമിക്കുന്നതെന്ന്? ഉത്തരം ലളിതമാണ്. അതിനെക്കുറിച്ച് നിങ്ങൾ പ്രത്യേകിച്ച് വലിയ ഗവേഷണം നടത്തേണ്ട കാര്യമില്ല. ഈ വിഭജനത്തിന്റെ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കുന്ന സാഹോദര്യത്തിന്റെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുരുത്തുകളിലൊന്നായി കേരളത്തിലെ ഇടതുപക്ഷത്തെ അവസാനിപ്പിച്ചാൽ മാത്രമേ ഈ ആക്രമോത്സുകതയുള്ള വർഗീയതയുടെ രഥയോട്ടത്തിന് കേരളം വിധേയമാകും. അതുകൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷത്തെ ഉന്മൂലനം ചെയ്യണമെന്ന് ഇന്ത്യയിലെയും കേരളത്തിലെയും മാധ്യമങ്ങളും വലതുപക്ഷ സംഘടനകളും ആലോചിക്കുന്നു.